എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ നാഗി അടിച്ച ഗോൾ കാരണം ഫുൾ ആ സ്റ്റേജും ആ ഓഡിറ്റോറിയം തന്നെ എല്ലാം തിരിച്ചു വെക്കും. ബ്ലൂ ലോക്സ് ആണെങ്കിൽ പതിയെ പതിയെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി. അതും ആൾക്കാർക്കാണെങ്കിൽ പതിയെ പതിയെ ബ്ലൂ ലോക്സിൻ്റെ അടുത്ത് ചെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഇസാക്കിക്കാണെങ്കിൽ ജയിക്കാനുള്ള ചാൻസ് കൂടിയെന്നുള്ളൊരു വിശ്വാസം വരാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ ആൻഡ്രിയും ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാവും അവർ ഫൈനലിൽ ഒരു ഗോളൊക്കെ അടിച്ചതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, കുറച്ചുകൂടെ മുമ്പ് വരും നമ്മുടെ ടെക്നിക്സും മെത്തേഡ്സും ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നല്ലോ, ഇപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് വർക്ക് ചെയ്തു ഗോളൊക്കെ അടിച്ച് എന്ന് ഈഗോയോട് ചോദിക്കും. അപ്പോൾ ഈഗോ പറയും, ഈ കൊച്ചു കൊച്ചു ഗോളുകൾ കണ്ടിട്ട് നീ അധികം സന്തോഷിക്കാതെ എന്ന് പറയും. ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അതിന് ശേഷം നമ്മുടെ ഈഗോ വീണ്ടും പറയാൻ തുടങ്ങും, ഇതിൻ്റെ എല്ലാം തുടക്കം വിട്ട് നമ്മുടെ റിന്ന. കാരണം ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ പ്ലേയേഴ്സിന് റിയൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞു വരുന്ന മറ്റേ കെമിക്കൽ റിയാക്ഷൻ ആണോ? അപ്പോൾ ഈഗോ പറയാം, അതെ. അതിനവൻ്റെ എക്സാമ്പിൾ പറയും. ആ എക്സാമ്പിളിനകത്ത് നമ്മളെല്ലാവരും ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ പ്രകാരം പോവും. പക്ഷേ എല്ലാം ആ പ്ലാൻ പ്രകാരം തന്നെ നടക്കുമോ? എക്സാമ്പിൾ, നമ്മൾ സ്കൂളിൽ നിന്നോ ഇല്ലെങ്കിൽ കോളേജിൽ നിന്നോ വല്ല കറക്റ്റായിട്ട് പ്ലാൻ ഉണ്ടാക്കി ഇറങ്ങി തിരിച്ചു പോകുമ്പം അതെന്തായാലും മുടങ്ങും. അതിന് ശേഷം നമ്മൾ ആ പ്ലാൻ മുടങ്ങിയ പ്ലാൻ കഴിഞ്ഞിട്ടും നമ്മൾ എങ്ങനെ ആ ഒരു ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് നടത്തും എന്നുള്ളതാണ് ശരിക്കുള്ള നമ്മുടെ കഴിവ്. മനസ്സിലായോ? അത് തന്നെയാണ് അവരിവിടെയും ചെറിയ എക്സാമ്പിളായിട്ട് പറയുന്നത്. ആ എക്സാമ്പിളായിട്ട് അവർ കാണിക്കുന്ന വൺ പീസിനെയാണ്. അതിൻ്റെ ചെറിയ റെഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ഒബ്ജക്റ്റീവിലേക്ക് എങ്ങനെ സക്സസ്ഫുള്ളി എത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഗോൾ. ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ ഉണ്ടാക്കുന്ന വെറും നമുക്ക് വേണ്ടിയുള്ളൊരു തൃപ്തി കിട്ടാൻ വേണ്ടിയ സംഭവമാണ്. നമ്മുടെ ലക്ഷ്യം എന്തോ ശരിക്കും ഉള്ളത് ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ജയിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോബ്ലംസ് അവരുടെ മുമ്പിൽ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിനെയും ചാലഞ്ചസ് ആയിട്ട് ഏറ്റെടുത്ത് അത് ഓവർകം ചെയ്ത് ഓരോ തവണയും അവർ ഗോൾ പോസ്റ്റിന് അടുത്തെത്തും തോറും അവരുടെ ആ ഒരു ആത്മവിശ്വാസവും അവരുടെ ആ ഈഗോയും അതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് നമ്മുടെ ഈഗോ പറയും. അത് തന്നെയാണ് ഇവിടെ റിന്നും ചെയ്തിരിക്കുന്നത്. തൻ്റെ ചേട്ടൻ എന്ത് ചെയ്തോ അത് തന്നെ ഈഗോ ആയിട്ട് എടുത്ത് അവനത് ചെയ്യാൻ നോക്കി. അത് ഫെയിലായോ ഇല്ലയോ എന്നല്ല അവിടുത്തെ പ്രാധാന്യം, അത് കാരണം നമുക്കൊരു ഗോൾ കിട്ടി. അതേപോലെ തന്നെ ഇസാക്കി അവനും പതിയെ അതനുസരിച്ച് നീങ്ങാനും തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ റിന്നിൻ്റെ അവയ്ക്കന്നെ ഇസാക്കിക്ക് അവിടെ വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഇസാക്കി ആയിരിക്കും. ഇസാക്കി അവിടെ നിന്ന് ചിന്തിക്കുമായിരിക്കും, അവിടെ അത്രയും പേര് നിന്ന് ഗോൾ അടിച്ചിട്ടും ആ ഗോളെല്ലാം അവർ ബ്ലോക്ക് ചെയ്തു. അവിടെ അവർ എപ്പോഴാണ് അവരുടെ ഡിഫൻസ് ഫോർമേഷൻ ബ്രേക്ക് ചെയ്തത് അപ്പോഴാണ് അവിടെ ഗോൾ കയറിയത്. അതിന് വലിയൊരു പങ്ക് നമ്മുടെ റിന്നിന് തന്നെ ഉണ്ട്. കാരണം റിന്ന് അവിടെ ഗോൾ അടിക്കാനുള്ളൊരു ഓപ്പണിങ് ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ട് ഇതെല്ലാം നടന്നത്. അതിനുശേഷം അവിടെ ഇസാക്കി നമ്മുടെ റിന്നിനെ ഒന്ന് താങ്ക്സ് അല്ലെങ്കിൽ പുകഴ്ത്തി പറയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ റിന്ന് ഇസാക്കിയോട് ദേഷ്യപ്പെടും. കാരണം അവൻ ഗോൾ അടിക്കാത്തതുകൊണ്ട് അവനെ തന്നെ വർത്ത്ലെസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നിസാക്കി പറയും, അങ്ങനെയല്ല, നീ കാരണം ഞങ്ങൾക്ക് ഗോൾ അടിക്കാനുള്ള ഒരു ഓപ്പണിങ് കിട്ടിയത്. പക്ഷേ അതിന് നമ്മുടെ റിൻ വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിക്കും, ആണോ? പക്ഷേ ഗോൾസ് അല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്. നീ പോലും കോർഡിനേഷൻ തെറ്റിച്ച് നീ ഗോളിന് വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലെന്നോ. കാരണം നിനക്കറിയാം അവിടെ പോയാലാണ് നിനക്ക് ഗോൾ അടിക്കാനുള്ള ചാൻസ് കൂടുതലെന്ന്. അതിന് നമ്മുടെ ഇസായി ചോദിക്കും, അതെ അതിന് നിനക്കുള്ള വിഷയമുണ്ടോയെന്ന് ചോദിക്കും. പക്ഷേ റിന് പറയും, ഇല്ല, നീ അങ്ങനെ തന്നെ കളിച്ചോ. കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ പാർട്ട്നേഴ്സോ അല്ലാതെ ബന്ധത്തിലുള്ള വലിയ റിലേഷൻസൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഇസാക്കിയും റിന്നും ഓപ്പോസിറ്റ് ടീമിന് നല്ലൊരു ത്രെഡായിരുന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് വെച്ച് അവർക്കത് നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ തന്നെ ഒരു സ്വന്തം ഗോൾ അടിക്കണം എന്നൊരു തീരുമാനത്തിൽ അവർ ഇറങ്ങും. അതിനുശേഷം അടുത്ത മാച്ച് സ്റ്റാർട്ടാവും. നമ്മുടെ സായഡയിലായിരുന്നു ബോൾ. സായയുടെ അടുത്ത് 1v1 ചെയ്യാൻ വേണ്ടി നമ്മൾ റിൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും, ഈ മാച്ച് തുടങ്ങിയിട്ട് ഏകദേശം 30 മിനിറ്റോളമായി. ഇത്രയും നേരമായിട്ട് നിനക്ക് എന്നോട് ഹായ് ഹലോ പറയാൻ സമയമില്ലടാ ചേട്ടാന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മൾ ഇസാക്കി അങ്ങോട്ട് ഓടി വന്ന് നമ്മുടെ റിന്നെ സഹായിക്കാൻ വേണ്ടി വരും. പക്ഷേ റിൻ പറയും, മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇസാക്കിയുമായിട്ട് പറയും, ഇന്ന് ഞങ്ങൾ ചേട്ടന്മാർ റെഡിയാ, അതിനകത്ത് നിനക്ക് കയറി വേണ്ട ആവശ്യമില്ല ഔട്ട്സൈഡർ എന്ന് പറയും. സായി പറയാനുള്ളൂ, നിനക്കെന്നെ സർപ്രൈസ് ചെയ്യണമെങ്കിൽ നീ ആദ്യം ഞാൻ നിൻ്റെ ചേട്ടനാന്നുള്ള വിചാരം നീ മറന്നിട്ട് വേണം നീ വരാൻ എന്ന് പറഞ്ഞ് നമ്മൾ റിന്നിൻ്റെ അടുത്തുനിന്ന് ബോൾ എടുത്തു നമ്മുടെ സായി പോകും.
ശേഷം നമ്മളെ കാണിക്കുന്ന നീക്കോ ആയിരിക്കും. നമ്മുടെ നീക്കോ ആണെങ്കിൽ നമ്മുടെ ഈഗോയുടെ മാച്ചിന് മുമ്പ് സംസാരിച്ച് ആലോചിക്കുമായിരിക്കും. നമ്മുടെ ഈഗോ ചോദിക്കും, നിനക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ സ്റ്റാർട്ടിംഗ് ലൈനിൽ വെച്ചേക്കുന്നതെന്ന്. അതിന് നമ്മുടെ നീക്കോ പറയും, എനിക്കറിയാം, ഫീഡ് അനലൈസേഷൻ ചെയ്യാൻ വേണ്ടിയല്ലേ. കറക്റ്റ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നീക്കോ അനലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അവൻ ഓരോ പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവന് കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ സായി ആണെങ്കിൽ അവിടെ നിന്നൊരു പാസ് കൊടുക്കും. ആ പാസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നതിന് പകരം പുറയിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പം ആരാണോ ആ ബോൾ ആദ്യം ടച്ച് ചെയ്യുന്നത് അവരുടെ കൺട്രോളിൽ ആ ബോൾ നിൽക്കാതെ പാളിപ്പോവും. ഇത് മനസ്സിലായി നമ്മുടെ നീക്കോ ഈ ട്രാപ്പിലേക്ക് കയറുന്ന പോലെ അഭിനയിക്കും. അവൻ്റെ സ്പീഡ് കുറച്ചിട്ട് ലാസ്റ്റായിട്ട് ആ ബോൾ എടുക്കാൻ, ആ ബോൾ ടച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് ആ പകുതിയായിട്ട് കട്ട് ചെയ്യും. അപ്പം ആ ബോളിലേക്ക് ആദ്യം ടച്ച് ചെയ്യുന്നത് ഷെയ്തോ ആയിരിക്കും. ഇത് കണ്ട ഷെയ്തോ പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഷെയ്തോയുടെ കൺട്രോളിൽ ബോൾ നിൽക്കാതെ അത് നീക്കോടായിട്ട് വരും. അങ്ങനെ നീക്കോ നേരെ പാസ് കൊടുക്കും നമ്മുടെ കാരാസുവിൻ്റെ കയ്യിൽ. നമ്മുടെ കാരാസു ആണെങ്കിൽ ഇവിടെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരിക്കും. നമ്മുടെ കാരാസു ആണെങ്കിൽ ഓപ്പോസിറ്റ് ടീമിലെ എല്ലാ ഡിഫൻഡേഴ്സിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം. അവനെന്നെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ആദ്യത്തെ ജസ്റ്റ് ലൈക്ക് സാധാ മടി ബോൾ, രണ്ടാമത്താണ് അയൺ ബോൾ. അതിനൊരു ഹോൾ പോലും ഇല്ല, അതിനകത്തൂടെ നെരിഞ്ഞിറങ്ങാൻ പോലും. ആ സമയത്താണ് അവൻ്റെ അടുത്തേക്ക് ഒറ്റയായി വരുന്നത്. അങ്ങനെ ഇവനും ഒറ്റയായും കൂടെ പാസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് അവിടെ ഐക്യു ലീവർ വരും നമ്മുടെ ഒറ്റയെ തടയാൻ വേണ്ടി. അപ്പോൾ ഒറ്റയെ പറയും, നീയൊക്കെ എന്തും മണ്ടന്മാരാടാ, നിങ്ങളോടാരാ പറഞ്ഞേ ഞങ്ങൾ 2 പേരേ ഉള്ളെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒറ്റയ ചിഗരിക്ക് പാസ് കൊടുക്കും. ചിഗരയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റണ്ണറാണ്. അവൻ ആ ബോൾ എടുത്തുകൊണ്ട് സ്ട്രെയിറ്റ് ഫാസ്റ്റായിട്ട് ഓടാൻ തുടങ്ങും. പക്ഷേ അവനെ തടുക്കാൻ വേണ്ടി ഐക്യു എട്ടും, ബട്ട് ഐക്യുവിനെ ഡോഡ് ചെയ്ത് അവൻ പോവും. അത് കണ്ട് അവിടെ നിന്ന് ആൾക്കാരും ഐക്യു ഒന്ന് ഞെട്ടും. കാരണം ഐക്യുവിനെ ഡോഡ് ചെയ്ത് അങ്ങനെ അധികം ഒന്നും പോകാറില്ല ആരും ഇന്നേവരെ. അങ്ങനെ ഇപ്പം നമ്മുടെ ചിഗരി ഏകദേശം കോണറിലെത്തി. ഇനി നമ്മുടെ ചിഗരിക്ക് പാസ് ചെയ്യാന്നല്ല വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ചിഗരി കാരാസുവിന് പാസ് കൊടുക്കും. അങ്ങനെ ആ പാസ് വരുന്നതുകൊണ്ട് നമ്മുടെ കാരാസ് കുറേ സന്തോഷിക്കും. കാരണം ഇനി അവനൊരു ഗോൾ അടിക്കാൻ സമയമായല്ലോ, ഫൈനലി ആ ചാൻസ് അവന് കിട്ടിയല്ലോ ഓർത്ത്. പക്ഷെ ആ സന്തോഷത്തിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി നമ്മുടെ സായി അങ്ങോട്ട് വന്ന് ആ ബോൾ അവിടെ നിന്ന് അടിച്ച് മാറ്റും. പിന്നെ ആ ബോൾ നേരെ എത്തുന്നത് നമ്മുടെ റിന്നിൻ്റെ കയ്യിലാണ്. അതിനുശേഷം നമ്മുടെ റിന്നിൻ്റെ അടുത്തേക്ക് ഐക്യു ഓടി വരും. എന്നിട്ട് പറയും, നിങ്ങളെ ഞാൻ കുറേ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു, ഞാൻ വിചാരിച്ചു നിങ്ങൾ വെറും നോബഡിയാണ്. പക്ഷേ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഗോൾ ചെയ്യണം എന്നാണ് നിങ്ങളെല്ലാവരുടെയും വിചാരം. പക്ഷേ നീയാണ് അതിൻ്റെ എല്ലാം തുടക്കം വിട്ട റിൻ. അതുകൊണ്ട് നിന്നെ ഞാൻ ക്രഷ് ചെയ്യും, നിന്നെ അവസാനിപ്പിച്ച് ഈ മാച്ച് തന്നെ ഇവിടെ കൊണ്ട് നിൽക്കും എന്ന് പറയും. പക്ഷേ ആ റിന്നെ സഹായിക്കാൻ വേണ്ടി ഇസാക്കി അവിടെ തൊട്ട് പുറകെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇസാക്കി അവിടെ എത്തിയിട്ടും നമ്മുടെ ഈ റിന്നിൻ്റെ മുകളിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മുടെ ഐക്യു അവിടെ നിൽക്കുമായിരിക്കും. ഇത് കണ്ട് നമ്മുടെ ഇസാക്കിയും റിന്നും കുറച്ചൊന്ന് വെപ്രാളപ്പെടും. പക്ഷേ അപ്പം ഐക്യു അവിടെ ചിന്തിക്കാൻ തുടങ്ങും, യെസ് റിന്നൊരു റൈറ്റ് ഫുഡ് ആളാണ്. അപ്പം റിൻ എന്തായാലും റൈറ്റ് ഫുഡ് വെച്ച് കിക്ക് ചെയ്ത് തുടങ്ങണം. ലെഫ്റ്റ് ഫുഡ് വെച്ച് അവൻ നേരത്തെ കിക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ ചേട്ടനെ പോലെ അവൻ എയിം തെറ്റി അവൻ ഗോൾ അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ഈ തവണ റൈറ്റ് ഫുഡ് അടിക്കത്തുള്ള പറഞ്ഞ് ആ ഭാഗം നമ്മുടെ ഐക്യു ബ്ലോക്ക് ഇങ്ങനെ വെക്കാൻ നോക്കും. പക്ഷേ ഐക്യു ഇതെല്ലാം ആലോചിച്ചപ്പോഴും ഒരു കാര്യം മറന്നുപോയി. അവൻ ബ്ലൂ ലോക്കിലെ നമ്പർ 1 റാങ്കിങ് ചെയ്യുന്ന പ്ലെയറായിരുന്നു. ഐക്യുവിൻ്റെ ആ ഇടയിലെ ആ കോർണറിൽ കൂടെ അവനടിച്ചു സ്കോർ ചെയ്തു. അതാണ് നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ നമ്പർ 1 റാങ്ക് ഒഷിയറി. ഇപ്പോൾ നമ്മുടെ റിന്നിങ് കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ബ്ലൂ ലോക്കാണ് ഇപ്പോൾ ലീഡിൽ. ഇത് കണ്ട് നമ്മുടെ ബ്ലൂ ലോക്കിലെ പ്ലേയേഴ്സ് എല്ലാം കുറച്ചുകൂടെ ഹൈപ്ഡ് അപ്പായി. അതുകൂടാതെ നമ്മുടെ U20 പ്ലേയേഴ്സ് എല്ലാം കുറച്ചുകൂടി ഹോപ്പ് ഡൗണായി. പക്ഷേ അവരാരും നമ്മുടെ ഐക്യുവിൻ്റെ ഒരു കുറ്റവും പറയില്ല. കാരണം ഐക്യുവിനെ കൊണ്ട് ആ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടും പറ്റത്തില്ല. ഐക്യു സോറി പറയും. പക്ഷേ അവർക്കെല്ലാം മനസ്സിലായി അവരിനിയും ഗെയിമിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുമെന്ന്. പക്ഷേ അന്നോട്ടേക്ക് സായുമായിട്ട് പറയുന്നത് ഇതെല്ലാം ഷീതോടെ തെറ്റാ. കാരണം ഷീതോയ്ക്ക് അവിടെ ഗോൾ അടിക്കാൻ കുറേ ചാൻസ് ഞാൻ കൊടുത്തായിരുന്നു, പക്ഷേ അവൻ ഗോൾ അടിച്ചില്ല. പിന്നെ അവരെ നമ്മുടെ സായി ഒന്നുകൂടെ വാർണിംഗ് ചെയ്യും. കാരണം നിങ്ങൾ തോറ്റ് കഴിഞ്ഞാൽ നിങ്ങളും ബ്ലൂ ലോക്കിനെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഐക്യു പറഞ്ഞു, ശരി ഇന്നത്തേക്കുള്ള വാമപ്പായി വാ, ഇനിയും സീരിയസ് ആയിട്ട് കളിക്കാമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അവരൊന്ന് സീരിയസ് ആയിട്ട് അവർ കുറച്ച് ദേഷ്യത്തിൽ കളി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ തവണ നമ്മൾ ഇസാക്കി ശ്രദ്ധിക്കുമ്പം കൂടുതൽ പ്ലേയേഴ്സും ഡിഫൻസിന്
വന്നിട്ട് അറ്റാക്കിന് വേണ്ടി കയറി വരുമായിരിക്കും. അങ്ങനെ ഈ തവണ അവർ നല്ലോണം ഡെസ്പേർട്ടിലായതുകൊണ്ട് തന്നെ അവർ കൂടുതലും സ്ട്രക്ചർ പാസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു കളിച്ചത്. അങ്ങനെ നമ്മുടെ ഷേതു ആണെങ്കിൽ തേരൂന് പാസ് ചെയ്തു. ആ തേരൂൻ്റെ നിന്ന് ബോൾ എടുക്കാൻ വേണ്ടി നമ്മുടെ ബാച്ചിറയും മിസ്സാക്കിയും അവനെ ടാക്കിൾ ചെയ്യും. അങ്ങനെ അവസാനം നമ്മുടെ തേരൂൻ്റെ ഒരു ഓപ്ഷനും ഇല്ലാതെ അങ്ങനെ ജോയ്ക്ക് പാസ് കൊടുക്കും. അങ്ങനെ ജോയ് ആണെങ്കിൽ ഗോൾ പോസ്റ്റിന് അടുത്തായതുകൊണ്ട് അവൻ സ്കോർ ചെയ്യാൻ പോകും. പക്ഷേ അതിലൊന്ന് ചെറുതായിട്ടൊരു പെശക് വരുത്തും നമ്മുടെ നീക്കും. അതുകൊണ്ട് നമ്മുടെ കകമാരൂന് ഗോൾ തട്ടി മാറ്റാൻ പറ്റും. പക്ഷേ ഗെയിം ഇതുവരെ ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. അവർക്ക് അഡീഷണൽ ടൈം 1 മിനിറ്റ് കിട്ടും. അങ്ങനെ ആ ബോൾ നേരെ ചെന്നെടുത്തുന്ന നമ്മുടെ സായുടെ അടുത്തായിരിക്കും. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടും. സായുടെ അടുത്ത് ആ ബോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇസാഗിയും ബാച്ചിറയും കൂടി ചെന്ന് സായുടെ അടുത്ത് ബോൾ എടുക്കാൻ നോക്കുമ്പോൾ അവരുടെ നടുക്കൂടെ ഈസി ആയിട്ട് ബോളും കൊണ്ട് നമ്മുടെ സായി പോകും. സായി സ്കോർ ചെയ്യുന്നതിന് പകരം അവൻ ഷെന്തോയ്ക്ക് പാസ് കൊടുക്കും. ഷെന്തോയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് ബോൾ റീച്ച് ചെയ്ത് ഗോൾ അടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ എന്നിട്ട് അവനെ ഫുൾ പവർ യൂസ് ആ ബോൾ റീച്ച് ചെയ്യാൻ പോകും. പക്ഷെ പുറയുന്ന ഒരു ഡെവിൾ അവനെ തേടി വരുന്നുണ്ടായിരുന്നു. ഈ തൊഷിറേൻ ആയിട്ട് പറയാം, നീ വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ ആകുമ്പോഴാണോ അതൊരു പാസ് എടുത്ത് സ്കോർ ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്രോ യു ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് ആ ബോൾ അടിച്ച് മാറ്റും. ബട്ട് ഗെയിം ഇതുവരെ ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. സായിയുടെ കണ്ണ് ഇപ്പോഴും ആ ബോളിൻ്റെ മുകളിലുണ്ടായിരുന്നു. സായി എന്നിട്ട് പറയും, ഇറിറ്റേറ്റ് ചെയ്യുന്ന നിർത്തണ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് ഒരു ഡയറക്റ്റ് ഷോട്ട് വെച്ച് കൊടുക്കും. ആ ഷോട്ട് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അത് ഗോൾ കയറിയെന്ന്. ബട്ട് ഇല്ല, നമ്മളാരും അറിയാത്ത വേറൊരു 2 കണ്ണുകൾ ആ ബോളിൻ്റെ മേളിൽ ഒരാൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആരെയോ അവൻ അവൻ്റെ കാലുകൾ വെച്ച് ആ ബോളിനെ തടഞ്ഞു. യെസ് ഗൈസ്, അങ്ങനെ ഇതോടെ തന്നെ ഫസ്റ്റ് ഹാഫ് ഇവിടെ അങ്ങോട്ട് ഫിനിഷ് ആയിരിക്കുന്നു. ബ്ലൂ ലോക്കാണ് ഇപ്പോൾ ലീഡിൽ. ശരിക്കും ഇത് കണ്ടപ്പോൾ നമ്മുടെ ബ്ലൂ ലോക്കാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് അവരുടെ സ്ട്രെസ് എല്ലാം ഏകദേശം പോയെന്ന് തന്നെ പറയാം. അതുകൂടാതെ ക്രൗഡും ജനങ്ങളും എല്ലാം ആണെങ്കിൽ ബ്ലൂ ലോക്കിൻ്റെ ഫാൻസായി. ഇപ്പം ഇത്രയും കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം വൈൻഡ് അപ്പ് ആവാറായി. റിയൂസ് ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളെ റിയൂസ് ഈ മാച്ചെല്ലാം കണ്ട് അവിടെ ഇരിപ്പുണ്ടാവും. ഇനി അങ്ങോട്ട് നമ്മളെ റിയൂസിൻ്റെ ഗെയിം ഗൈസ്. ലെറ്റ്സ് സീ ഹൂ വിൻ ദിസ് മാച്ച്. അപ്പോൾ അച്ഛന്മാരെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. സോ ഹോപ്പ് യു ആർ ലൈക്ക് ഇറ്റ് ആൻഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കനുള്ളിലേക്ക് ഇടുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക ഗൈസ്. നല്ലോണം ക്ഷീണിച്ചു. ഒരു 11:30 ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഇത്ര നേരം പള്ളിയിലും പിന്നെ ബന്ധുക്കാരുടെ വീട്ടിലുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോൾ വീഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. സോ ഇതിനകത്ത് എന്തായാലും തെറ്റുകളാണ്. സോ ഐ എം സോറി. സോ നെക്സ്റ്റ് വീഡിയോ ഇതെല്ലാം നമുക്ക് ശരിയാക്കിക്കൊണ്ട് ഇതിലും അടിപൊളിയായിട്ട് വീഡിയോ നമുക്ക് ഇടാം ഗൈസ്. സോ ഇറ്റ്സ് മി യുവർ ബീസ്. ബൈ ബൈ.